നിങ്ങളുടെ മുന്നിൽ കാവ്യമാധവൻ കുറുപ്പിനോടൊപ്പം ഒരു നൃത്തം അവതരിപ്പിക്കാൻ അവസരം ലഭിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. കലാപരിപാടികളിൽ അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തിന് പ്രാതിനിധ്യം നൽകിയ കുറുപ്പ് സാറിന് എൻ്റെ നന്ദി. ഈ ഡാൻസ് ചെയ്യാൻ ചാൻസ് തന്നതിന് താങ്ക്സ്. അപ്പൊ തുടങ്ങിയില്ലേ? അതെ ഹലോ. അതെ, നമ്മുടെ തോട്ടക്കാരനല്ലേ ജയസൂര്യ കുറുപ്പ്, അയാൾക്ക് ഭയങ്കര സങ്കടം. ഡ്രൈവറിനെ വിളിച്ച് ഇവിടെ കൊണ്ടുവന്ന് സംസാരിപ്പിച്ചില്ലേ, അതുപോലെ അയാൾക്ക് ഇവിടെ വന്ന് ഇവരോടൊക്കെ സംസാരിക്കണമെന്നുണ്ട്. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും, വീട്ടിലെ പാചകക്കാരനെയും പറമ്പിൽ കളക്കുന്നവരൊക്കെ വിളിച്ചു വരുത്തി സംസാരിപ്പിക്കും. അതുപോലെയാണോ ജയസൂര്യ കുറുപ്പ്? അയ്യോ അല്ല, അവർക്ക് കുറച്ചുകൂടി സ്റ്റാൻഡേർഡ് ഉണ്ട്. അയാളിലും അത്യാവശ്യം കലയൊക്കെ ഉണ്ട്. എന്തായാലും ഇത്രയും നല്ലൊരു ദിവസമായിട്ട് എനിക്ക് അയാളെ വിഷമിപ്പിക്കാൻ പറ്റില്ല. ഞാൻ അയാളെ വിളിക്കാൻ പോവാ. ജയസൂര്യ കുറുപ്പ്. നമസ്കാരം. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു തോട്ടക്കാരനാകേണ്ടി വന്നു. ഇവിടെ വരുന്നതിന് മുമ്പ് കുറച്ച് മിമിക്രിയും ഡാൻസും പാട്ടൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. ഇത്രയും വലിയൊരു സദസ്സിൽ എനിക്കും ചെറിയ ചെറിയ പ്രോഗ്രാംസ് ഒക്കെ അവതരിപ്പിച്ചാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. നിങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള സപ്പോർട്ട് വേണം. നന്ദി, നമസ്കാരം. എടാ ഡ്രൈവറെ വന്നേ. ആ നാട്യതിലകം ഗോപികൃഷ്ണന് ആപ്പിൾ ജ്യൂസിൽ എലിപ്പാഷാണം കലക്കി കൊടുത്താൽ ഹോസ്പിറ്റലാക്കിയിട്ടാണ് താൻ ഈ ചാൻസ് തട്ടിയെടുത്തെന്ന് ഞാൻ നാട്ടുകാരോട് പറയട്ടെ. താൻ ഷൈൻ ചെയ്തോ, പക്ഷെ എന്നെ ചവിട്ടി തേച്ചിട്ടാ വരുന്നത്, മനസ്സിലായല്ലോ. എനിക്കും ഡാൻസ് ചെയ്യാൻ ചാൻസ് തരണം. എല്ലാം ഒരു അണ്ടർസ്റ്റാൻഡിങ് പോകുന്നതായിരിക്കും എപ്പോഴും നല്ലത്, മനസ്സിലായില്ലേ? ഓക്കെ. തൽക്കാലം താൻ ഡാൻസ് ചെയ്തോ, ലേഡീസ് ഫസ്റ്റ് എന്നല്ലേ. അയ്യോ, എന്നാ നീ തന്നെ ചെയ്യേണ്ടി വരും. അത് വേണ്ട, താൻ ചെയ്യും. തന്റെ സ്റ്റെപ്സ് ഒക്കെ ഞാൻ അപ്പുറത്തൊന്ന് വീക്ഷിക്കട്ടെ. ഓക്കെ, എന്റെ ടൈമിംഗ് ഒന്നും തീരെ പോരാ. ഇതൊക്കെ തനിക്ക് ഡാൻസ് ചെയ്ത് നശിപ്പിക്കാനല്ല കുറുപ്പേട്ടൻ മേടിച്ചു വെച്ചേക്കണേ. ഭാവനെ നമുക്ക് അടുക്കളയിലേക്ക് പോവാം, ഇവിടെ ഭയങ്കര തണുപ്പാ. പ്രധാനപ്പെട്ട ആളിനെ പരിചയപ്പെടുത്താൻ മറന്നു. നമ്മുടെ ഇന്നത്തെ അന്നദാതാവ് മനസ്സിലായില്ലേ? പാലപ്പറമ്പിൽ തറവാട്ടിലെ പ്രധാന പാചകക്കാരി, പാചകരത്നം ഡോറിയ ഫെർണാണ്ടസ് അലിയാസ് ബിന്ദു പണിക്കർ കുറുപ്പ്. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇതാണ് ഈ കുറുപ്പ് സാറിൻ്റെ കുഴപ്പം. വീട്ടിൽ വരുന്നവരെല്ലാവരും പിടിച്ച് കുറുപ്പാക്കി കളയും. ഒരു എലിയാസും ഗിലിയാസും ഒന്നുമില്ല. ഞാൻ ഗ്ലോറിയ ഫെർണാണ്ടസ്. പാചകം എൻ്റെ രക്തത്തിലുള്ളതാണ്. എൻ്റെ മൂത്ത ചേച്ചി മമ്മൂട്ടിയുടെ വീട്ടിലെ കുക്ക, രണ്ടാമത്തെ ചേച്ചി മോഹൻലാലിൻ്റെ വീട്ടിലെയും മൂന്നാമത്തെ ചേച്ചി സരോജ് കുമാർ സാറിൻ്റെ വീട്ടിലെയും കുക്കാണ്. പിന്നെ എല്ലാവരും വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ടേ പോകാവൂ. എന്തെങ്കിലും ഏനക്കേട് തോന്നുകയാണെങ്കിൽ അടുക്കള ഭാഗത്തോട്ട് വന്നാൽ മതി, ഞാൻ നല്ല മരുന്ന് തരാം കേട്ടോ. താങ്ക് യു. അടുത്ത ഐറ്റം എന്റെ സെക്കൻഡ് വൈഫിന്റെ കുച്ചുപുടിയാണ്. 1000 അവാർഡുകളെക്കാളും ഞാൻ വിലമതിക്കുന്നത് നിങ്ങളുടെ സ്നേഹത്തെയാണ്. നിങ്ങൾ തന്ന ഊർജമാണ് ഈ സിരകളിലൂടെ ഒഴുകുന്നത്. സിനിമ എന്ന മഹത്തായ കലയെ നിലനിർത്തുന്നത് നിങ്ങളാണ്. ഞാൻ വൈകിയതിന് കാരണമുണ്ട്. ജ്വല്ലറിക്കാരുടെ സ്കീം അനുസരിച്ച് വധൂവരന്മാരെ ആശീർവദിക്കാൻ പോയി. പിന്നെ ചില നടന്മാർ പറയുന്നത് പോലെ ബ്രീത്ത് ഈസി ഡിഫിക്കൽട്ട് എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇഷ്ടംപോലെ ശ്വാസം വിട്ടോളൂ. അങ്ങനെ ഒരു പരസ്യചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. മിസ്റ്റർ കുറുപ്പ്, ഇന്നത്തെ ഈ സദ്യക്ക് എന്റെ കമ്പനിയുടെ പപ്പടവും പൊറോട്ടയും വിളമ്പുന്നുണ്ടല്ലോ അല്ലേ? എന്താ സംശയം? പക്ഷേ പൊറോട്ടയ്ക്ക് അല്പം കട്ടി കുറയ്ക്കാൻ പറയണം. ഇന്നലെ ഒരാളത് കടിച്ച് 2 പല്ലി പോയി. എന്താ പറഞ്ഞത്? പൊറോട്ടയ്ക്ക് നല്ല മയമുണ്ടായിരുന്ന. അപ്പൊ നമുക്ക് എല്ലാരും ഒന്ന് പരിചയപ്പെടാമല്ലോ. അതിനൊന്നും സമയമില്ല, എനിക്ക് പോണം. അങ്ങനെ പറയരുത്. ഒരു ഷേക്ക് എന്തെങ്കിലും. അതൊന്നും നമ്മുടെ കോൺട്രാക്റ്റിലില്ല. കുറച്ചുകൂടെ കാശ് തരേണ്ടി വരും. അതൊക്കെ ഞാൻ ചെയ്യാം. അല്ല, കോൺട്രാക്റ്റില് 2-3 ഐറ്റത്തിൽ പങ്കെടുത്തിട്ടേ അങ്ങ് പോവും എന്ന് ഉണ്ട്. അത് ശരിയാണ്, അതല്ലേ ഉള്ളൂ. ഓക്കെ, അപ്പോ ഒരു ഹസ്തദാനമെങ്കിലും. വസ്ത്രദാനോ? അത് ചെയ്യാം. ഓക്കെ. സിനിമയെ കാണുന്നതിനേക്കാൾ വൃത്തിയെടുത്തേ. ബോബൻ കുഞ്ചാക്കോ കുറുപ്പ്, ജയസൂര്യ കുറുപ്പ്, ബിന്ദു പണിക്കർ കുറുപ്പ്, സമ്പ്രദ കുറുപ്പ്, കൽപ്പന കുറുപ്പ്, റഹമാൻ കുറുപ്പ്, ശ്വേതാമേനൻ കുറുപ്പ്, ഭാവന കുറുപ്പ്, നമ്മുടെ
സോറി ഞാൻ വന്നതുകൊണ്ട് നിങ്ങളുടെ പരിപാടിയിൽ ബ്രേക്ക് ഒന്നും വരണ്ട. എന്താണ് അടുത്ത ഇനം? നമ്മുടെ അടുത്ത ഐറ്റം എന്റെ സെക്കൻഡ് വൈഫിന്റെ കുച്ചിപ്പുടിയാണ്. ഓഹോ, പറ്റില്ല, സമ്മതിക്കില്ലെന്ന് പറഞ്ഞില്ലേ? എന്നാ വേണ്ട, എന്റെ ഫ്രണ്ട്സിന് വേണ്ടി എന്റെ വകയായിട്ടൊരു ഡാൻസ് ആയിക്കോട്ടെ. അമ്പലക്കര തെച്ചിക്കാവലപ്പൂരം. അത് കൊള്ളാം, അതെനിക്കും ഇഷ്ടമാണ്. അമ്പലക്കര തെച്ചിക്കാവിലെ കുറുപ്പിന്റെ ഷഷ്ടിപൂർത്തി ആഘോഷങ്ങൾ ഒരു നിർണായക വഴിത്തിരിവിലേക്ക് കടക്കുകയാണ്. വിശിഷ്ടാതിഥിയായി എത്തിയ സൂപ്പർ സ്റ്റാർ സരോജ് കുമാറിന്റെ ലക്ഷങ്ങൾ വിലമതിക്കുന്ന വജ്രമോതിരം കളവ് പോയിരിക്കുകയാണ്. വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. 25 ലക്ഷം രൂപയുടെ മോതിരമാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. എന്റെ ഭാഗ്യമോതിരമാണത്. അല്ല, അത് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. കഴിവുകൊണ്ടല്ല, ഈ മോതിരത്തിന്റെ ഭാഗ്യം കൊണ്ടാ സൂപ്പർ സ്റ്റാർ ആയത്. മോതിരം കിട്ടിയില്ലെങ്കിൽ ഈ നിമിഷം ഞാൻ ഇവിടുന്ന് പോകും. അയ്യോ, അങ്ങനെ പറയരുത്. മോതിരം കിട്ടാനുള്ള എല്ലാ ഏർപ്പാടുകളും ഞാൻ ചെയ്തിട്ടുണ്ട്. എന്ത് ഏർപ്പാട്? അങ്ങ് സൂപ്പർ സ്റ്റാർ ആയതുകൊണ്ട് ലോക്കൽ പോലീസിലോ ക്രൈം ബ്രാഞ്ചിലോ അല്ല, CBIയിലാണ് ഞാൻ വിവരം അറിയിച്ചിരിക്കുന്നത്. CBI? ആ, ദേ അവരെത്തി. ആരാ? CBI. എത്തിയോ? I am Chaco Iyer from CBI. ഇത് റേഷൻ കാർഡല്ലേ? I am Chaco Iyer from CBI. ഓക്കെ ഇത് പുഷ്കു അയ്യർ ഫ്രം CBI. ഓക്കെ. എന്റെ അസിസ്റ്റന്റ് ആണ്, ഹെൽപ്പർ. അതെ, കേരളത്തിൽ ഇതുവരെ കോളക്കം സൃഷ്ടിച്ചിട്ടുള്ള എല്ലാ ക്രിമിനൽ കേസുകളും എന്റെ ഹെൽപ്പോട് കൂടിയാണ് സാർ സോൾവ് ചെയ്തിട്ടുള്ളത്. പല കേസുകളും കുളമായിട്ടുമുണ്ട്. പുഷ്കു, സർ, ലെറ്റ്സ് സ്റ്റാർട്ട് ദ ഇൻവെസ്റ്റിഗേഷൻ. റെഡി സർ. സരോജ് കുമാർ ഒഴിച്ച് ബാക്കി എല്ലാവർക്കും അകത്തു പോകാം. ഓക്കെ സർ. എല്ലാം ഞാനാണ് സോൾവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. താനെവിടെ പോകുന്നു? സാർ, വാദ്യം ഒഴിച്ച് ബാക്കി എല്ലാവരും പോകാൻ പറഞ്ഞു. യു ഇഡിയറ്റ്. താങ്ക് യു സർ. മിസ്റ്റർ സരോജ് കുമാർ, യെസ്. ഈ മോതിരം നിങ്ങൾ ഇൻഷുർ ചെയ്തിരുന്നു? ഇല്ല. നോട്ട് ഇൻഷുർഡ് സർ, നോട്ട് ഇൻഷുർഡ്. എന്തുകൊണ്ട്? സമയം കിട്ടിയില്ല. നോ ടൈം. ഈ മോതിരം നിങ്ങൾ ഏത് വിരലിലാണ് അണിഞ്ഞിരുന്നത്? ഈ വിരലിലാണ്. തള്ളവരലിൽ? അല്ല, ഈ വിരലിലാണ്. ഈ വിരലിലാണ്. പരിഭ്രമമുണ്ട്. ടോട്ടലി കൺഫ്യൂസ്ഡ് ആൻഡ് കോംപ്ലിക്കേറ്റഡ് സർ. പുഷ്കോ, സർ, അളവെടുത്തോളൂ. റെഡി സർ. സർ, 37.4, 61.4. താൻ എന്തുവായി ചെയ്യുന്നത്? സാർ, അളവെടുക്കാൻ പറഞ്ഞു. ഷർട്ടും പാന്റും തയ്ക്കാനല്ല, വിരലിന്റെ അളവെടുക്കണോ? ഓ സോറി സർ, സോറി സർ. സാർ, ഈ വിരല് അളവെടുക്കാൻ മാത്രം ഒന്നും ഇല്ല സർ. താൻ പറഞ്ഞു ചെയ്താൽ മതി. റെഡി സർ. സാറ് ഒരു കഷ്ടിച്ച് 3.5 ഉണ്ട്. പോട്ടെ, അര കൂട്ടി 4 എഴുതിക്കാം കേട്ടോ. ഡെമ്മിയുടെ അളവ് എടുത്തോളൂ. സാർ, ഡെമ്മിയുടെ അളവെടുക്കാനുള്ള സമയമൊന്നുമില്ല. നമുക്ക് ഇയാളെ തന്നെ മോളിൽ നിന്ന് താഴെ തള്ളിയിട്ടേക്കാം. മനസ്സിലായില്ല. മോതിരം നഷ്ടപ്പെട്ടതിന് ഡെമ്മിയുടെ ആവശ്യം? ഇത് പ്രത്യേകതരം ഡെമ്മിയാണ്, മോതിരം ഇട്ട ഡെമ്മി. ചോദ്യങ്ങളൊന്നും ഇങ്ങോട്ട് വേണ്ട, പറയുന്ന അങ്ങോട്ട് കേട്ടാൽ മതി. ഇവിടെ തന്നെ കാണണം. യു ക്യാൻ ഗോ. പുഷ്കോ, സാർ, ഇത്രയും വിലപിടിപ്പുള്ള ഒരു മോതിരം ഇൻഷുർ ചെയ്തില്ല എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് എന്തോ പന്തികളുണ്ട്. ടോട്ടലി കണ്ടാമിനേറ്റഡ് സർ. വളരെ വിചിത്രമായ ഒരു കേസാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ അന്വേഷണവും വളരെ വിചിത്രമായിരിക്കും. മനസ്സിലായില്ല സർ. ഇവിടെ നടക്കുന്ന എല്ലാ കലാപരിപാടികളിലും നമ്മൾ സജീവമായി പങ്കെടുക്കുന്നു. സാർ, അത് ഞാൻ ഇവിടെ വന്നപ്പോൾ തന്നെ തീരുമാനിച്ചു കഴിഞ്ഞു. എന്ത്? ഞാൻ ഇവിടുത്തെ ആ 4 ഗേൾസുമായിട്ട് മാക്സിമം ഞാൻ മിങ്കിൾ ചെയ്തോളാം. താൻ അടി മേടിച്ച് കൂട്ടരുത്. അവരിൽ 2 ആളായി നമ്മൾ മാറുന്നു. ഓ, അതിൽ പരിപാടികളിലും നമ്മൾ 2 ആൾക്കാരായി മാറുന്നു. ഓക്കെ, താങ്ക് യു സർ. സാറിന്റെ ഐഡിയ വളരെ ബ്രില്യന്റ് ആണ് സർ. പുഷ്കോ, റെഡി സർ. CBI മ്യൂസിക് ഇട്ടുള്ളൂ. CBI മ്യൂസിക് റെഡി സർ. എനിക്കൊരു ഗേൾഫ്രണ്ട് വേണമാണ്.